ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി റഷ്യൻ മൂവിയുടെ കഥയാണ്. റഷ്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരും ഈ സിനിമ കണ്ടിരിക്കാൻ ഒരു സാധ്യതയില്ല. എന്തായാലും സിനിമ അടിപൊളിയാണ്, വിഷ്വലി ഗംഭീരമാണ്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പണക്കാരായ രാജ കുടുംബത്തിലെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണും ഒരു കള്ളനും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഒരു ഭാഗത്ത് പ്രണയം, മറ്റൊരു ഭാഗത്ത് മോഷണം. അങ്ങനെ നല്ല ത്രില്ലായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയാണിത്. അതുപോലെ വിഷ്വലി കണ്ടിരിക്കാനും നല്ല ഭംഗിയാണ്. അപ്പൊ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നമുക്ക് കുറച്ചു കാലം പിന്നിലോട്ടൊന്ന് സഞ്ചരിക്കാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വർഷം 1899 മഞ്ഞു മൂടിയ ഒരു ഡിസംബർ മാസം. റഷ്യയിലെ അതിമനോഹരമായ സെന്റ് പീറ്റേഴ്സ് നഗരമാണിത്. അന്ന് ആ നഗരത്തിൽ കഠിനമായ തണുപ്പാണ്. ശക്തമായ ഈ തണുപ്പിൽ അവിടുത്തെ നദികളെല്ലാം തണുത്തുറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു തെരുവിലൂടെ ആളുകൾ നടക്കുകയല്ല, പകരം സ്കേറ്റ് ചെയ്താണ് പോകുന്നത്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള പോളിയാക്കോയെ കാണിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ജോലി കേക്ക് ഡെലിവറി ചെയ്യലാണ്. ഇപ്പൊ ഒരു ഓർഡർ വന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു കേക്കുമായിട്ട് അവൻ നേരെ കടയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയിട്ട് നടക്കാതെ അതിന് പകരം സ്കേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. കാരണം അവിടുത്തെ നദികളൊക്കെ തണുത്തുറഞ്ഞു കിടക്കുകയാണല്ലോ. അങ്ങനെ കുറച്ചു ദൂരം വളരെ വേഗത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവൻ മുകളിലേക്ക് കയറുകയാണ്. അന്നേരം അവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ പ്രശ്നമെന്ന് നമ്മുടെ പോളിയാക്കോയ്ക്ക് മനസ്സിലായില്ല. അവൻ പിന്നീട് അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ആ ഒരു പാലത്തിലേക്ക് കയറണം. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അവൻ അടിച്ച് താഴെയിടുകയാണ്. നീ ആരടാ ഇതിലൂടെ പോവാൻ? എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ നീ മാത്രം കയറിപ്പോന്ന് മര്യാദക്ക് മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നാട്ടി പായിക്കുകയാണ്. പോളിയാക്കോ വേഗം തന്നെ ആ ആൾക്കൂട്ടത്തിൽ പോയി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളോട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ജന്മി കുടുംബത്തിലെ ഏതോ ഒരാള് ഇതിലൂടെ പോകുന്നുണ്ട്, അപ്പൊ അവർ പോയി കഴിയുന്നത് വരെ നമ്മൾ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ ആ തമ്പ്രാക്കന്മാർ അതിലൂടെ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവരിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ വിടുന്നത് കേട്ടോ. അങ്ങനെ പോളിയാക്കോ കേക്കുമായിട്ട് പോകുന്നുണ്ട്. വൈകിയതുകൊണ്ട് ആ കേക്ക് അവർ സ്വീകരിക്കുന്നില്ല. പിന്നീട് കടയിൽ വന്ന് മുതലാളിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്തിനാ വൈകി ചെന്നത്, നീ നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറയണം. പോളിയാക്കോ എന്തൊക്കെ പറഞ്ഞിട്ട് മുതലാളി അത് കേട്ടില്ല കേട്ടോ. കടയുടെ പുറത്തേക്ക് ഇറങ്ങിയ പോളിയാക്കോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ആ രാജകുടുംബം ഉണ്ടല്ലോ അവരോട് തന്നെ. ഈ സമയത്താണ് നിലത്ത് വീണ് കിടക്കുന്ന ഒരു വാച്ച് പോളിയാക്കോ കാണുന്നത്. അതിന്റെ ഉടമ നടന്ന് കുറച്ച് അകലെ എത്തിയിട്ടുണ്ട്. അവൻ വേഗം തന്നെ ആ ഒരു വാച്ച് എടുത്ത് സ്കേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് എത്തുകയാണ്. അയാളുടെ പേര് അലക്സി ടെരസോവ് എന്നാണ്. അങ്ങനെ അലക്സിക്ക് പോളിയാക്കോ ആ ഒരു വാച്ച് കൊടുക്കുന്നുണ്ട്. അവൻ വന്ന ആ ഒരു വേഗത കണ്ട് അലക്സി ഞെട്ടിപ്പോവാണ്. നീ എങ്ങനെയാ ഇത്ര വേഗത്തിൽ വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് പോകാൻ നിൽക്കുമ്പോൾ അലക്സി പറയാണ്, പോളിയാക്കോ ഇന്ന് രാത്രിയാവുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രോസൺ റിവർ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നീ വരണം, ചില കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ രാജകുടുംബമുണ്ടല്ലോ അവിടുത്തെ കുമാരിയായിട്ടുള്ള അലീസയാണ്. അലീസയെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറും വന്നിട്ടുണ്ട്. അതായത് രാജകുടുംബത്തിലെ ഓരോ ആളുകളും പെരുമാറുന്ന ഓരോ രീതികളുണ്ട്. അപ്പൊ ആ പെരുമാറ്റവും ആ ഒരു കൾച്ചറും പഠിപ്പിക്കാനാണ് അവളുടെ അടുത്തേക്ക് ആ ടീച്ചർ വന്നിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അലീസ പോവാണ്. അവളുടെ അച്ഛൻ അവിടെ തന്നെയുണ്ട്. പ്രഭുവായിട്ടുള്ള അവളുടെ അച്ഛനോട് അലീസ ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, എനിക്ക് സയൻസ് പഠിച്ചാൽ മതി. എന്നാൽ അലീസയുടെ അച്ഛൻ പ്രഭു അതിന് സമ്മതിക്കുന്നില്ല. ഏയ് അതൊന്നും പറ്റില്ല, പെൺകുട്ടികൾ സയൻസ് പഠിക്കാനൊന്നും പോകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് നമ്മുടെ അന്തസ്സിനൊത്ത് ഇവിടെ പെരുമാറി ജീവിച്ചാൽ മാത്രം മതി. അതിൽ കൂടുതലായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, കുലസ്ത്രീകളായി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാ പറയുന്നത്. ഇത് കേട്ട് അലീസയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. മാത്രമല്ല അവളുടെ രണ്ടാനമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സ്ത്രീയും ഒരു വല്ലാത്ത രീതിയിൽ പുച്ഛത്തോട് കൂടിയിട്ട് അലീസയെ നോക്കുകയാണ്. എന്നാൽ അലീസ ഞാൻ എന്തായാലും സയൻസ് തന്നെ പഠിക്കുമെന്ന ആ ഒരു വാശിയിൽ ആ മുഖഭാവത്തിൽ അവൾ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ ആ സ്ട്രീറ്റിലൂടെ നമ്മുടെ പോളിയാക്കോ അവന്റെ അച്ഛൻ കുറച്ച് പ്രായമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നടന്നു പോകണം. അതായത് അന്നത്തെ കാലത്ത് കറണ്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സ്ട്രീറ്റിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അവർ തന്നെ പോയിട്ട് കത്തിക്കണം. അങ്ങനത്തെ ഒരു ജോലിയാണ് പോളിയാക്കോയുടെ അച്ഛനുള്ളത്. അച്ഛന് തീരെ വയ്യ, നന്നായിട്ട് ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ സഹായിക്കാനായിട്ട് പോളിയാക്കോ ഇന്ന് കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അച്ഛന് നന്നായിട്ട് ചുമ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് അവന് ഭയങ്കരമായിട്ട് സങ്കടമാണ്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിൽ അലീസയെ കാണിക്കുന്നുണ്ട്. ഈ കുലസ്ത്രീയാകാൻ പഠിക്കാനൊന്നും അവൾക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവള് സയൻസ് പഠിക്കുകയാണ്. എന്നാൽ ഇത് മറ്റാരും കാണാതിരിക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു വേലക്കാരിയും ആ ഒരു വാതിലിന്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. വേലക്കാരി ആ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആ വേലക്കാരി ഒരു കണ്ണാടി വെച്ച് അതിന്റെ മുന്നിൽ 2 മെഴുകുതിരിയും കത്തിച്ചു വെച്ച് മറ്റൊരു കണ്ണാടി എടുത്ത് അതിന്റെ മുന്നിൽ അങ്ങനെ പിടിക്കുകയാണ്. ഇതേ സമയത്തിന് ഇത് കണ്ട അലീസ ചോദിക്കണം, അല്ല നീ എന്തേ കാണിക്കുന്നത്? കണ്ണാടിയും മെഴുകുതിരി എല്ലാം വെച്ച്. ഈ സമയത്ത് ആ സെർവന്റ് പറയണം, അത് പിന്നെ ഇങ്ങനെ ചെയ്താല് എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ എനിക്ക് കാണാൻ പറ്റും, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ അപ്പൊ തന്നെ അലീസ പറയണം, ഹോ നിന്റെ ഇതുപോലെയുള്ള മണ്ടൻ വിശ്വാസങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതിലൊന്നും വിശ്വസിക്കരുത്, സയൻസിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് അലീസ പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ പോളിയാക്കോയെ കാണിക്കുകയാണ്. അച്ഛൻ ഉറങ്ങിയതിനു ശേഷം അച്ഛൻ അറിയാതെ അവന്റെ ആ ഒരു സ്കേറ്റ് എടുത്ത് നേരെ ആ നദിയിലൂടെ സ്കേറ്റ് ചെയ്ത് ഇന്ന് രാവിലെ കണ്ട അലക്സി ഉണ്ടല്ലോ, അലക്സി പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാണ്.
ഫ്രോസൺ ലേക്കിലേക്ക്. അവിടെ എത്തിയപ്പോൾ അവനെ പോലെ തന്നെ വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പോളിയാക്കോ അങ്ങോട്ട് വന്നില്ലേ, അവന്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അലക്സി ഉണ്ട്. അലക്സി വന്നപാട് തന്നെ പറയാണ്, പോളിയാക്കോ നിന്നിൽ നിന്നും ഞങ്ങളൊന്നും മറക്കുന്നില്ല, ഞങ്ങൾ എല്ലാവരും കള്ളന്മാരാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞങ്ങൾ ചെയ്യാറില്ല, പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഞങ്ങൾ മോഷ്ടിക്കില്ല. പണക്കാരായിട്ടുള്ള പിശുക്കന്മാരായിട്ടുള്ള ബൂർഷകളായിട്ടുള്ള മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞങ്ങൾ കക്കാറുള്ളൂ. അലക്സിയും അവന്റെ കൂട്ടുകാരും കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോൾ പോളിയാക്കോയ്ക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. എന്നാൽ അലക്സി അവരുടെ ആ ഒരു തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. പണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാണ്. ചില പിശുക്കന്മാര് ഒരു രൂപ പോലും ആർക്കും കൊടുക്കില്ല. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് മോഷ്ടിച്ച് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അതിലെന്താ തെറ്റ്? അതായത് ഒരു കായംകുളം കൊച്ചുണ്ണി മോഡൽ. ഇത് കേട്ടപ്പോൾ പോളിയാക്കോയും വിചാരിക്കുകയാണ്, ആ ശരിയാണല്ലോ. മാത്രമല്ല റോയൽ ഫാമിലി അവരെല്ലാവരും നമ്മളെ ചൂഷണം ചെയ്യാണ്. ഇന്ന് തന്നെ പോളിയാക്കോയുടെ ഒരു ജോലി പോവാൻ കാരണം ആരാണ്? രാവിലെ ആ ഒരു പാലത്തിലൂടെ കടന്നുപോയ ആ ഒരു റോയൽ ഫാമിലി അല്ലേ. അതുകൊണ്ട് തന്നെ ഈ വലിയ പണക്കാരോടുള്ള ആ ഒരു ദേഷ്യം പോളിയാക്കോയുടെ ഉള്ളിലും വരികയാണ്. മാത്രമല്ല അതിലൂടെ പോകുന്ന സമയത്ത് ഇന്ന് രാവിലെ കണ്ട ആ രാജകുടുംബമുണ്ടല്ലോ, അവരുടെ കൊട്ടാരം കാണുന്നുണ്ട്. ആ കൊട്ടാരം കണ്ടപ്പോൾ പോളിയാക്കോ പറയാണ്, ഇന്ന് രാവിലെ ഇവർ കാരണമാണ് എന്റെ ജോലി പോയത്. ഇപ്പൊ അലക്സി പറയാണ്, ആഹ് അങ്ങനെയാണോ, എന്നാൽ ഇന്നത്തെ പണി ഇവർക്ക് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഒരു കൊട്ടാരത്തിന്റെ മതിൽ ചാടി കിടക്കുകയാണ്. പിന്നീട് പോളിയാക്കോ അവനോട് തന്നെ മുകളിലേക്ക് കയറി പോയിട്ട് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ പോളിയാക്കോ പതിയെ പതിയെ മുകളിലേക്ക് കയറുകയാണ്. അവൻ നേരെ ഒരു ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. ആ ബാൽക്കണി മറ്റാരുടേതുമായിരുന്നില്ല, നമ്മുടെ അലീസയുടെ റൂം ഉണ്ടല്ലോ അതിന്റെ ബാൽക്കണി ആയിരുന്നു. ഇതേ നേരം തന്നെ റൂമിന്റെ ഉള്ളിൽ നിന്നും അലീസ അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് പുസ്തകമെല്ലാം മടക്കി വെക്കുകയാണ്. പിന്നീട് അവിടെയുള്ള ഓരോ മെഴുകുതിരിയും ഊതിക്കെടുത്തുകയാണ്. അങ്ങനെ അവസാനത്തെ മെഴുകുതിരി ആ ചെറിയ കണ്ണാടിയുടെ അടുത്താണ്, അതായത് അവളുടെ ആ ഒരു സെർവന്റ് വെച്ചല്ലേ ആ കണ്ണാടിയുടെ അടുത്ത്. എന്നിട്ട് ആ മെഴുകുതിരി ഊതിക്കെടുത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ കണ്ണാടിയിൽ ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ പോളിയാക്കോയെ കാണുകയാണ്. ആദ്യം കണ്ടപ്പോൾ അവളൊന്ന് പേടിച്ചു പോയിട്ടോ. അപ്പൊ തന്നെ പോളിയാക്കോ ഒളിക്കുന്നുണ്ട്. അവൾ നേരെ വിളക്കെടുത്തുകൊണ്ട് ആ ബാൽക്കണിയിലേക്ക് വരികയാണ്. ഇപ്പോൾ അവിടെ എത്തിയപാട് തന്നെ ഒളിച്ചിരിക്കുന്ന പോളിയാക്കോയെ കാണുന്നുണ്ട്. ഒരു നിമിഷം അവളൊന്ന് അമ്പരന്ന് പോയി. പെട്ടെന്ന് തന്നെ പോളിയാക്കോ വന്നിട്ട് പറയണ, ഏയ് ഒന്നും പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. എന്നാൽ പെട്ടെന്ന് അലീസ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വിളക്ക് അവന്റെ ദേഹത്തേക്ക് ഒറ്റടി അടിക്കുകയാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന എണ്ണയും തീയൊക്കെ അവന്റെ കയ്യിലായപ്പോൾ തീ ചെറുതായിട്ട് കയ്യിൽ പിടിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, അവൻ താഴേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. പിന്നെ അവനും അവന്റെ കൂട്ടുകാരും കൂടെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. കുറെ ദൂരം എത്തിയപ്പോൾ അലക്സി ഇപ്പോൾ നമ്മുടെ പോളിയാക്കോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇതാണ് ഞങ്ങളുടെ പരിപാടി, ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഒരു വിന്റർ ഫെസ്റ്റിവൽ വരാനിരിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് നിന്നെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാന്ന് പറയണം. തീർച്ചയായിട്ടും ഞാൻ വരുന്ന പറഞ്ഞിട്ട് പോളിയാക്കോ പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ അലീസയെ കാണിക്കുകയാണ്. ഇന്നലെ രാത്രി മര്യാദക്ക് ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് രാവിലെ തന്നെ നല്ല ഉറക്കക്ഷീണുണ്ട്. ഇപ്പൊ സെർവന്റ് വന്ന് വിളിച്ചപ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത്. ഇന്നലെ രാത്രിയിലെ ചില ശബ്ദങ്ങളൊക്കെ ആ സെർവന്റ് കേട്ടായിരുന്നു. ഇപ്പൊ അലീസയോട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല കുമാരി ഇന്നലെ രാത്രി ആരെങ്കിലും കണ്ടായിരുന്നോ ആ കണ്ണാടിയിലൂടെ? അപ്പൊ സെർവന്റിനോട് അലീസ പറയണം, ഒന്ന് പോയടി അവിടുന്ന്, ഞാൻ ഒന്നും കണ്ടിട്ടില്ല, അതേതോ കള്ളനായിരുന്നു. ഇതിനുശേഷം വീണ്ടും നമ്മുടെ പോളിയാക്കോയും അതുപോലെ തന്നെ അലക്സിയും കാണിക്കുകയാണ്. പോളിയാക്കോക്ക് നന്നായിട്ട് സ്കേറ്റ് ചെയ്ത് വേഗത്തിൽ പോകാൻ കഴിയും. പക്ഷേ അവനൊരു കള്ളനല്ലല്ലോ, പോക്കറ്റ് അടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് അത്ര വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് പതിയെ പതിയെ അലക്സി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാതെ പതിയെ പതിയെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ അവൻ അങ്ങനെ പഠിച്ചു വരികയാണ്. നല്ല രസമായിരുന്നു അവിടുത്തെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അങ്ങനെ രാത്രിയായി. അവൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ അച്ഛൻ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ പോളിയാക്കോയുടെ ജോലി പോയ കാര്യം അവന്റെ അച്ഛൻ അറിയാം. എന്നിട്ടും ഇത്ര നേരം എവിടെയായിരുന്നു, നീ എന്താക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് പോളിയാക്കോ നുണ പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛാ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ അവരുടെ കൂടെ കുറച്ച് ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചുറ്റി നടന്നതാ, അല്ലാതെ കക്കാൻ പോയതാണെന്ന് അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. അത് കേട്ട അച്ഛൻ ഒരുപാട് വിഷമാവും. അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടുത്തെ പോലീസ് ചീഫ് മറ്റാരുമല്ല, നമ്മുടെ അലീസയുടെ അച്ഛനാണ്. പോലീസ് ചീഫ് രാവിലെ വന്നപാട് തന്നെ നല്ല ദേഷ്യത്തിലാണ്. കാരണം നഗരത്തിൽ മോഷണം വളരെയധികം കൂടി വന്നിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്, നിങ്ങൾക്ക് ആ കള്ളന്മാരെ ഇതുവരെയായിട്ടും പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസ് ചീഫ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഇതേ നേരം ബാക്കിയുള്ള ഓരോ പോലീസുകാരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂട്ടത്തില് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉണ്ട്. അവന്റെ പേര് ആർക്കേഡി എന്നാണ്. ഇപ്പൊ ആർക്കേഡി എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. കള്ളന്മാരെ പിടിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെല്ലാവരും നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്നവരാണ്. മോഷണത്തിന് ശേഷം അവർ സ്കേറ്റ് ചെയ്താ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ ഓടി പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ പോലീസ് ചീഫ് ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പൊ ആർക്കേഡി പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നുകൂടെ ട്രെയിൻ ചെയ്തെടുക്കണം, എന്നിട്ട് അവർ വഴി നമുക്ക് ആ കള്ളന്മാരെ പിടിക്കണം. അതിനുള്ള പെർമിഷൻ മാത്രം സാറ് തന്നാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ പോലീസ് ചീഫ്, അതായത് നമ്മുടെ അലീസയുടെ അച്ഛൻ പറയാണ്, ഓക്കെ പെർമിഷൻ തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറയണം. അതുപോലെ തന്നെ പോലീസ് ചീഫ് ഉണ്ടല്ലോ, അലീസയുടെ അച്ഛന് ഈ ആർക്കേഡിയെ ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കര സ്മാർട്ടുമാണ്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരും കൂടിയാണ്. അങ്ങനെ രാത്രിയായി. ഇപ്പൊ അലക്സിയുടെ ടീമിലെ ഓരോരുത്തരും പല ഭാഗത്ത് പോയിട്ട് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ആ മോഷണം മുതലുമായിട്ട് നേരെ ഒരു പഴയ കപ്പലിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇതാണ് ഇവരുടെ എല്ലാവരുടെയും ആ സങ്കേതം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വെക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ പോളിയാക്കോയും ചില സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം പിന്നീട് എടുത്തു വെക്കുന്ന സമയത്താണ് ഒരു കത്ത് അലക്സി കാണുന്നത്. അതൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വലിയ ഐസ് സ്കേറ്റിംഗ് പാർട്ടി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു അത്. രണ്ടുപേർക്ക് അത് ഉപയോഗിച്ച് പോവാം. ഇപ്പൊ അലക്സി പറയാണ്, എന്തായാലും ഇത് കൊണ്ടുവന്നത് പോളിയാക്കോ അല്ലേ, അവൻ പോട്ടെ, അവന്റെ കൂടെ ഞാനും പോകാന്ന് പറയാണ്. എന്തായാലും നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആ പാർട്ടിക്ക് വരിക, നല്ല രീതിയിൽ തന്നെ
പോക്കറ്റ് അടിക്കുകയും ചെയ്യാം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് രാജകുടുംബത്തിലെ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ ഇപ്പോൾ പോലീസ് ചീഫ് ഉണ്ട്, മകളായിട്ടുള്ള അലീസയുണ്ട്, അയാളുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള സെവറിനിയുണ്ട്. ഈ രണ്ടാം ഭാര്യ സെവറിനിയും അതുപോലെ തന്നെ അലീസയും തമ്മിൽ ഒട്ടി യോജിക്കില്ല കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആർക്കേഡിയും അവന്റെ അമ്മയും വരുന്നത്. ആർക്കേഡി വന്ന പാട് തന്നെ മകളായിട്ടുള്ള അലീസയ്ക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവളെ കണ്ട പാട് തന്നെ ആർക്കേഡിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അവന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, പിന്നീട് ആ കണ്ണുള്ളിലേക്ക് കയറിയിട്ടില്ല. അവളെ കാണാൻ അത്രയും ഭംഗിയുണ്ട്. മാത്രമല്ല അലീസയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ചീഫിന് താല്പര്യമുണ്ടെന്നും അവന് മനസ്സിലായി. അതുപോലെ തന്നെ അലീസയ്ക്കും കാര്യങ്ങൾ ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതൊരു കല്യാണ ആലോചനയാണ്. അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. കാരണം അവളുടെ ഉള്ളിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ സെവറിന ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. ആ പിള്ളേർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സംസാരിച്ചോടെ എന്ന് പറഞ്ഞിട്ട് അവരെ പതിയെ മാറ്റി നിർത്തുകയാണ്. ഇതിനുശേഷം പോളിയാക്കോയുടെ വീട് കാണിക്കുകയാണ്. അവന്റെ അച്ഛന് തീരെ സുഖമില്ല, നന്നായിട്ട് ചുമക്കുന്നുണ്ട്. വേഗം തന്നെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ചുമച്ചപ്പോൾ ചോരയെല്ലാം ഛർദ്ദിക്കുകയാണ്. അച്ഛനെയും കൂട്ടി പിന്നീട് അവൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അച്ഛന്റെ അസുഖം വല്ലാതെ കൂടിയിരിക്കുകയാണ്. ഒരുപാട് പണം വേണം. മാത്രമല്ല ഇത് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെയില്ല, ജർമ്മനിയിലേക്ക് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നല്ല പണച്ചെലവുള്ള പരിപാടിയാണ്. ഇതോടുകൂടിയിട്ട് പോളിയാക്കോ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. കുറെ മോഷ്ടിക്കണം, കുറച്ചധികം കാശ് ഉണ്ടാക്കണം, അച്ഛന് നല്ല ചികിത്സ തന്നെ കൊടുക്കണം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. മാത്രമല്ല ഇന്നാണ് ആ ഒരു വലിയ ഐസ് സ്കേറ്റിംഗ് പാർട്ടി നടക്കുന്നത്. വലിയ വലിയ പണക്കാർ മാത്രമേ അവിടെ വരാറുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അവിടെ വന്നിട്ടുള്ള നമ്മുടെ ആർക്കേഡിയെ കാണിക്കുകയാണ്. മാത്രമല്ല അവിടെ അലീസയുണ്ട്. ഇപ്പൊ അലീസിയ അവൻ പതിയെ പോയിട്ട് വിളിക്കുകയാണ്, അപ്പോൾ നമുക്കൊന്ന് സ്കേറ്റ് ചെയ്യാന്ന് പറയണം. രണ്ടുപേരും പിന്നീട് ഒരുമിച്ചിരുന്ന് സ്കേറ്റ് ചെയ്യാണ്. മാത്രമല്ല അവളോട് നല്ല രീതിയിൽ തന്നെ ആർക്കേഡി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് അവന്റെ പ്രണയം പറയാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, സാറേ ഒന്ന് ഇങ്ങോട്ട് കയറുക, ഒരു കാര്യം പറയാണ്ട്. എന്താ കാര്യം എന്ന് ആർക്കേഡി ചോദിച്ചപ്പോൾ, സാറേ ആരാണെന്ന് അറിയില്ല, ഇവിടെ വെച്ച് ചില മോഷണങ്ങൾ നടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും സാർ ഇങ്ങോട്ടേക്ക് വരണം, അവനെ പൊക്കണം എന്ന് പറയാണ്. ആർക്കേഡി ഇപ്പോൾ നമ്മുടെ അലീസയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ വരാമെന്ന്. പിന്നീട് ആർക്കേഡി പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അയാൾ പോയല്ലോ, അവൻ ഇഷ്ടം പറയാൻ വരികയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തായാലും അത് മുടങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് സമാധാനമായി. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇനി നൈസായിട്ട് മുങ്ങാന്ന് വിചാരിച്ച് അവള് ചെറുതായിട്ട് സ്കേറ്റ് ചെയ്ത് പോകുമ്പോൾ കാലൊന്ന് സ്ലിപ്പാകുവാണ്. അപ്പൊ തന്നെ വേഗം വന്ന് നമ്മുടെ പോളിയാക്കോ അവളുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവളോട് പറയാണ്, ക്ഷമിക്കണം, അന്ന് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നമ്മുടെ അലീസ ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാണ് ആ രാത്രിയിൽ അങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ മറ്റൊന്നിനുമല്ല, കക്കാൻ തന്നെ, ഞാനൊരു കള്ളനാണെന്ന് പറയണം. എന്നാൽ ഈ കാര്യം വേറെ ആരോടും പറയരുതെന്നും അവൻ പറയുന്നുണ്ട്. ഇപ്പൊ പോളിയാക്കോട് അലീസ പറയാണ്, ഓക്കെ ഞാൻ ആരോടും പറയുന്നില്ല, നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു, പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാമെന്ന് പോളിയാക്കോ പറയാണ്. ഈ സമയത്ത് അലീസ് പറയാണ്, നീ എന്റെ ഭർത്താവണം. ഇത് കേട്ടപാട് എന്നെ പോളിയാക്കോ ആകെ ഞെട്ടിപ്പോവാണ്. ഞാനോ ഭർത്താവാനോ? ഒന്ന് ഭർത്താവായിട്ട് അഭിനയിക്കണം, അത്രമാത്രം, വേറൊന്നും ചെയ്യണ്ട. അതായത് ഇവിടെ ഒരു സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പോയി അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള ആരെങ്കിലും വരണം, അല്ലെങ്കിൽ അച്ഛൻ വരണം. ആരെങ്കിലും ഗാർഡിയനായിട്ട് നിന്നാൽ മാത്രമേ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നീ എന്റെ കൂടെ ആ ഒരു അക്കാഡമിയിലേക്ക് വരണം, അതും എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട്, എന്നാൽ മാത്രമേ എനിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇപ്പൊ പോളിയാക്കോ അധികം ഒന്നും ആലോചിച്ചില്ല, എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാം, കൂടെ വരാമെന്ന് പറയണം. അതുപോലെ തന്നെ ഈ പാർട്ടിയിൽ നിന്നും നമ്മുടെ പോളിയാക്കോയും അതുപോലെ തന്നെ അലക്സിയും പോകുന്നതിന് മുന്നേ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവർ നേരെ പോകുന്നത് അവരുടെ സങ്കേതം ഉണ്ടല്ലോ, ആ പൊളിഞ്ഞ ഷിപ്പ്, അതിന്റെ ഉള്ളിലേക്കാണ്. പിന്നീട് എല്ലാവരും അവിടെ വെച്ച് പാർട്ടി ചെയ്യാം, അതായത് പാവപ്പെട്ടവരുടെ പാർട്ടി. അങ്ങനെ ആ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് പോളിയാക്കോ നേരെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണം. മാത്രമല്ല ഇന്നും മോഷ്ടിച്ച ആ സാധനങ്ങളൊക്കെ മാറ്റി കുറച്ച് കാശാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് അച്ഛന് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമുക്ക് എന്തായാലും പുറത്തു പോയിട്ട് നല്ല ചികിത്സ എടുക്കാന്ന് പറയാണ്. എന്നാൽ പോളിയാക്കോ കൊണ്ടുവന്ന ആ കാശ് അത് നല്ല രീതിയിൽ സമ്പാദിച്ചതല്ല എന്ന് അവന്റെ അച്ഛന് മനസ്സിലായി. അതുപോലെ തന്നെ അവൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. മകന്റെ പോക്ക് തെറ്റായ വഴിയിലാണെന്ന് ഇപ്പൊ അവന്റെ അച്ഛന് മനസ്സിലായി. മാത്രമല്ല കുടിക്കുന്നതൊക്കെ മഹാപാപാണ്, ദൈവത്തിനെതിരാണ് എന്നൊക്കെ അവന്റെ അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ പണം അത് നേരായ വഴിയിൽ സമ്പാദിച്ചതല്ല, അതുകൊണ്ട് എനിക്ക് ഈ പണം വേണ്ട എന്നും പോളിയാക്കോയുടെ അച്ഛൻ പറയാണ്. ഇത് കേട്ടപ്പോൾ പോളിയാക്കോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ പോലീസിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ കാണിക്കുകയാണ്. ആർക്കേഡിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പോലീസുകാർക്ക് നല്ല രീതിയിൽ സ്കേറ്റിംഗ് ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോലീസ് ചീഫ് വന്നിട്ടുണ്ട്, അതായത് അലീസയുടെ അച്ഛൻ. വന്നപാട് തന്നെ ആർക്കേഡിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തായി ട്രെയിനിങ് ഒക്കെ പൂർത്തിയായോ? ആർക്കേഡി പറയുന്നത്, സാറേ ഒരുവിധം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, ഇനി അധികം വൈകാതെ ഞങ്ങൾ എല്ലാവരും സാധാരണക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങും, മാത്രമല്ല ആ കള്ളന്മാരെ ഞങ്ങൾ പൊക്കുകയും ചെയ്യും. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ പോളിയാക്കോയെ കാണിക്കുകയാണ്. അവനിപ്പോ വീട്ടിൽ നിന്നും നല്ല രീതിയിലൊക്കെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നല്ലേ, ഇന്നാണ് അലീസയുടെ കൂടെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത്. അലീസയാണെങ്കിൽ വീട്ടിൽ പനി അഭിനയിച്ച് കിടക്കുക. അയ്യേ എന്തൊരു തണുപ്പ്. എന്തിനാ പനി അഭിനയിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് കുലസ്ത്രീ ആകാൻ വേണ്ടി, ടീച്ചിങ് കൊടുക്കാൻ വേണ്ടി ആ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ആ ടീച്ചറിനെ കബളിപ്പിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്? എന്തായാലും കുട്ടിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ നാളെ വരാന്ന് പറഞ്ഞിട്ട് ടീച്ചർ പോവാണ്. ടീച്ചർ പോയ പാട് തന്നെ അലീസ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാണ്. പകരം അവിടെ വേലക്കാരിയെ കെടുത്തുന്നുണ്ട്. പിന്നീട് വേലക്കാരിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അലീസ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ പോളിയാക്കോയുടെ അടുത്ത് പോയി അവനെയും കൂട്ടി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അവിടെ എത്തിയ പാട് തന്നെ സയൻസ് പരമായ നോളേജ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് അവളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നന്നായിട്ട് തന്നെ അലീസ പെർഫോം ചെയ്യാണ്. എന്നാൽ അവസാനത്തെ കാര്യം
കാര്യം എന്താ വെച്ചാൽ അവളുടെ കൂടെ ബോഡി ഗാർഡ് വേണം. അത് അച്ഛനോ ഭർത്താവോ ആരെങ്കിലും ഒരാളായാൽ മതി. അങ്ങനെ ഒരാളെയും അലീസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മറ്റാരുമല്ല പോളിയാക്കോട് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ അവന് സംസാരിക്കാനൊന്നും അറിയുന്നില്ല. അപ്പൊ തന്നെ അവർക്ക് കള്ളം പിടികിട്ടി. ഇത് അലീസയുടെ ഭാര്യയല്ലാന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ അവളുടെ അഡ്മിഷൻ ശരിയായില്ല, അവളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാണ്. ഭയങ്കര വിഷമത്തിലാണ് പിന്നീട് അലീസ പുറത്തേക്ക് വന്നത്. അപ്പൊ തന്നെ പോളിയാക്കോ വന്നിട്ട് പറയണം, സോറി, ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാതായി പോയത്. നിങ്ങൾ പണക്കാർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ പെരുമാറുന്ന ആ രീതിയൊന്നും എനിക്കറിയില്ലല്ലോ. ഇപ്പൊ അലീസ പറയണേ, ഇതൊന്നും നിന്റെ തെറ്റല്ലടാ, എനിക്കിവിടെ ജോയിൻ ചെയ്യാനുള്ള വിധിയില്ല, യോഗമില്ല. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ അലീസ അവളുടെ കമ്മലൂരി പോളിയാക്കോക്ക് കൊടുക്കുകയാണ്. എന്തായാലും നീ എന്റെ കൂടെ വന്നതല്ലേ, ഇതെടുത്തോന്ന് പറയാം. എന്നാൽ പോളിയാക്കോ അത്രയും വിലപിടിപ്പുള്ള ആ കമ്മലുകൾ വേണ്ടാന്ന് പറയണേ. അതെന്താ നീ മേടിക്കാത്തത്? ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി കയറ്, നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാന്ന് പറയാം. അങ്ങനെ അലീസയുടെ കൂടെ അവൻ ആ കുതിരവണ്ടിയിൽ കയറുകയാണ്. പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പോളിയാക്കോ അവന്റെ ആ ഐഡിയോളജി പറയുന്നുണ്ട്. ഈ വലിയ വലിയ കാശുകാർ കാരണം പാവപ്പെട്ടവർ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കൊച്ചുണ്ണി ഗ്യാങ് പണക്കാരുടെ കയ്യിൽ നിന്നും കാശ് അടിച്ചു മാറ്റി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. സത്യത്തിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, എന്റെ ആ ജോലി പോയത് നിന്റെ റോയൽ ഫാമിലി കാരണമാണ്. എന്റെ കുടുംബം കാരണോ? അതെങ്ങനെയാ നിന്റെ ജോലി പോയതെന്ന് അലീസ ചോദിച്ചപ്പോൾ പോളിയാക്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല പോളിയാക്കോയും അവന്റെ കൂട്ടുകാരുടെയും ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് അലീസയ്ക്കും ഇഷ്ടം. ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ചെന്നേ ഉള്ളൂ, അതുപോലെ ജീവിക്കാനൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോവാണ്. ഇവർക്ക് പോകാനുള്ള സ്ഥലത്ത് രണ്ടുപേരും ഇറങ്ങുകയാണ്. പോളിയാക്കോ അവന്റെ വീട്ടിലേക്കും പോവാണ്, അലീസ അവളുടെ വീട്ടിലേക്കും പോവാണ്. പോകുന്നതിന് മുന്നേ തന്നെ രണ്ടുപേരും യാത്രയും പറയുന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ദിവസം കൂടെ മുന്നോട്ടേക്ക് പോവാണ്. ഇന്ന് ക്രിസ്മസ് രാത്രിയാണ്, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അലീസയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് അവളുടെ അച്ഛനുണ്ടല്ലോ, പോലീസ് ചീഫ്, അദ്ദേഹത്തിന് അയാളുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള സെവറിന നല്ലൊരു കാറ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അയാൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭാര്യ തന്ന ആ കാറിൽ കയറി അയാൾ നല്ല പട്ടിഷോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം സെവറിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അലീസയുടെ മുന്നിൽ ആളാവാൻ തന്നെയാണ് സെവറിന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും സെവറിന മേടിച്ചു കൊടുത്ത ആ കാറിൽ കയറിയിട്ട് അലീസയുടെ അച്ഛനും സെവറിനെയും അവിടുന്ന് ഒരു റൈഡിന് പോവാണ്. ഇപ്പൊ അലീസ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കി ആ കൊട്ടാരത്തിലേക്ക് നമ്മുടെ പോളിയാക്കോ വരുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് ആരും കാണാതെ അലീസയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അവൾക്കും ഒരു സ്കേറ്റിംഗ് ഷൂ കൊടുക്കുകയാണ്. എങ്ങനെയാണ് അത് നല്ല രീതിയിൽ ചെയ്യുക എന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇവർ രണ്ടുപേരും കൂടെ ആ തണുത്തുറഞ്ഞ നദിയുടെ മുകളിലൂടെ അങ്ങനെ പോവാണ്. സത്യത്തിൽ നമ്മുടെ അലീസ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ പരിചാരകരില്ല, നോക്കാൻ ആരുമില്ല, ഒരു കംപ്ലീറ്റ് ഫ്രീഡം. അവൾ ആഗ്രഹിച്ചതും ഇങ്ങനൊരു ലൈഫ് തന്നെയാണ്. എന്തായാലും അലീസയും കൂട്ടിയിട്ട് പോളിയാക്കോ നേരെ പോകുന്നത് അവരുടെ ആ ഒരു പഴയ ഷിപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. പിന്നെ അങ്ങോട്ടേക്ക് എത്തിയ അലീസയെ എല്ലാവർക്കും പോളിയാക്കോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. മാത്രമല്ല അലക്സി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അലീസയുമായിട്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ അതിനെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുമ്പോൾ അലീസ ചില കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഒരു ലേഡി ഒരു വലിയ ഹിസ്റ്ററി ബുക്ക് നമ്മുടെ അലീസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു ഭരണകൂടത്തിന്റെ നല്ല കാര്യങ്ങൾ മാത്രം വായിച്ചാൽ പോരല്ലോ, അവരുടെ ഭാഗത്ത് വന്ന തെറ്റുകളും നമ്മൾ അറിയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയ ഒരു പുസ്തകമായിരുന്നു അത്. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പാർട്ടിയിൽ ജോയിൻ ചെയ്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്രൈ എന്നൊരാൾക്ക് അലീസയെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചെറുതായിട്ട് ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട്. അലീസ താല്പര്യം ഇല്ലാന്ന് കാണിച്ചെങ്കിലും അവൻ വീണ്ടും വരികയാണ്. ഇത് കണ്ട പോളിയാക്കോയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇപ്പൊ പോളിയാക്കോയും ഫ്രൈയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കാവാണ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ തുടങ്ങി. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാണ്. പിന്നീട് അലക്സി വന്നിട്ടാണ് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നത്, മതി നിർത്തുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ പോളിയാക്കോ അലീസയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് പോവാണ്. ആ സമയത്തെല്ലാം അവന്റെ മുഖത്ത് അടി കൊണ്ട് ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടി കിട്ടുക മാത്രമല്ല ചെയ്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ അലീസയുടെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും എത്തി. അവൾ ഇപ്പൊ ഇനി അതിന്റെ ഉള്ളിൽ കയറ്റണം. അപ്പൊ കയറുന്നതിന് മുന്നേ അലീസ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഈ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ക്രിസ്മസ് രാത്രി അത് ഇന്നാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്. ഇത് തന്നതിന് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു കിസ് കൊടുക്കുകയാണ്. അവനും തിരിച്ച് കിസ് അടിക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു കാണിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. എന്നത്തെയും പോലെ തന്നെ അലക്സിയും അവന്റെ കൂട്ടുകാരും കൂടെ നേരെ ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പോക്കറ്റ് അടി, മോഷണം, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ അലക്സിയുണ്ട്, അലക്സിയുടെ കൂടെ ഇന്നലെ അടിയുണ്ടാക്കിയ ഒരു ഫ്രൈയും ഉണ്ട്, പിന്നെ നമ്മുടെ പോളിയാക്കയും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് ചെറിയ രീതിയിൽ കക്കാനും പോക്കറ്റ് അടിക്കാനൊക്കെ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അലക്സിക്ക് ഒരു അപകടം മണത്തത്. അതായത് അവൻ വെറും ഒരു കള്ളനല്ല, കട്ടാൽ നിൽക്കാനും അറിയുന്നവനാണ്. അതായത് അവനൊരു കാര്യം മനസ്സിലായി, ഈ ഭാഗത്ത് മുഴുവനായിട്ടും പോലീസുകാർ സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോടും ഇപ്പൊ പോക്കറ്റ് അടിക്കേണ്ട, പണി കിട്ടും എന്നൊരു മുന്നറിയിപ്പ് അലക്സി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാത്ത ഒരാൾ പോയിട്ട് പോക്കറ്റ് അടിക്കാൻ നോക്കുകയാണ്. കറക്റ്റായിട്ട് സ്കേറ്റ് ചെയ്ത് വന്ന ഒരു പോലീസുകാരൻ അവനെ പൊക്കുന്നുണ്ട് കേട്ടോ.
എന്നാൽ എങ്ങനെയൊക്കെയോ അലക്സി അങ്ങോട്ടേക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്താണ്. എല്ലാവരും 4 ഭാഗത്തേക്കായിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഓടുകയല്ല, സ്കേറ്റ് ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ പോലീസുകാരും വരുന്നുണ്ട്. നല്ല രസമായിരുന്നു ആ സമയത്തുള്ള ആക്ഷൻ സീനുകളും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളത് നമ്മുടെ പോളിയാക്കോ അതുപോലെ തന്നെ ഇന്നലെ അവൻ അടിയുണ്ടാക്കിയ ഫ്രൈ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും മാത്രം. ഒരുപാട് പേര് അവരുടെ പിറകാലെ തന്നെയുണ്ട്. ഈ സമയത്ത് നമ്മുടെ പോളിയാക്കോ ഫ്രൈ അവരുടെ ആ ഒരു എന്താ പറയാ ശത്രുതയെല്ലാം മറന്ന് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല പോലീസുകാരെ തടുക്കാനായിട്ട് അവിടെ വലിയൊരു ലൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അത് വലിച്ച് താഴേക്കിട്ട് വലിയൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവര് വേഗം അതിലൂടെ രക്ഷപ്പെട്ടു പോകണം. മാത്രമല്ല ഒരുമിച്ച് പോയാൽ എന്തായാലും പിടിക്കപ്പെടുന്നു മനസ്സിലായ ഫ്രേയും പോളിയാക്കോ രണ്ടുപേരും 2 വഴിയിലൂടെ പോവാണ്. എന്തായാലും ഈ ചേസിന്റെ ഇടയിൽ നമ്മുടെ പോളിയാക്കോ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കെതിച്ചു പോയ പോളിയാക്കോ കുറച്ച് പതുക്കെയാണ് പോകുന്നത് കേട്ടോ. എന്നാൽ ആ സമയത്താണ് അവന്റെ പിന്നിൽ ആർക്കേഡിയ വരുന്നത്. ആർക്കേഡിയ സത്യം പറഞ്ഞാൽ ഈ പോളിയാക്കോയേക്കാൾ നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും പോളിയാക്കോയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല കേട്ടോ. സ്കേറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കയറ് പിടിച്ച് അതിലൂടെ കയറി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ആർക്കേഡിയ അവനെ വിടുന്നേ ഇല്ല. ഇതിനിടയിൽ അവന്റെ കൈ കുടുക്കി ഒരു തീപ്പന്തത്തിൽ വരെ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അവിടെ ഉണ്ടായിരുന്ന മതിലിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് കയറാൻ നോക്കുമ്പോൾ അവിടുന്നും ആ വടി വെച്ച് കുളത്തി താഴേക്കിടുകയാണ്. ഏകദേശം നമ്മുടെ പോളിയാക്കോ പെട്ട അവസ്ഥയിലാണ്. എന്നാൽ പെട്ടെന്നാണ് വളരെയധികം വേഗത്തിൽ അലക്സി സ്കേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കീശയിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഒരൊറ്റ വെടിയാണ് ആർക്കേഡിയുടെ കാലിന്. അതേ വേഗത്തിൽ തന്നെ അലക്സി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ആരാണ് വെടിവെച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ പോളിയാക്കോയും രക്ഷപ്പെടുകയാണ്. ഇതിനുശേഷം സ്റ്റേഷനിൽ കാണിക്കുകയാണ് ആർക്കേഡിയുടെ കാലിൽ വെടിയുണ്ടല്ലോ, സോ അതിനുള്ള മരുന്നെല്ലാം വെച്ച് കെട്ടി കൊടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പോലീസ് ചീഫും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ട പോലീസ് ചീഫിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. എന്നെങ്കിലും ഒരു ദിവസം അവന്മാരെ മുഴുവനായിട്ട് നമുക്ക് പോട്ടണമെന്ന് പറയണം. മാത്രമല്ല ഇപ്പൊ ആർക്കേഡിയെ പോലീസ് ചീഫ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിൽ വെച്ച് ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിന് രാത്രി ആയപ്പോൾ ആർക്കേഡി അങ്ങോട്ടേക്ക് വരികയാണ്. ഓൾറെഡി നമ്മുടെ അലീസയും അതുപോലെ തന്നെ ചീഫിന്റെ ഭാര്യ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇന്ന് വീട്ടിൽ വെച്ച് ചെറിയൊരു മാജിക് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അത് കാണാനായിട്ട് മുന്നിലേക്ക് വന്നിരിക്കാൻ വേണ്ടി അലീസയോടും ആർക്കേഡിയോടും പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മജീഷ്യൻ ഭയങ്കരമായി ഓരോ മാജിക്കുകളൊക്കെ കാണിക്കുകയാണ്. അയാളുടെ കയ്യിൽ തീയെല്ലാം വരുത്തിയിട്ട്. സോ ഇതെല്ലാം കണ്ട ആൾക്കാർ ഭയങ്കര അമ്പരപ്പോടെ നിൽക്കുകയാണ്. എന്നാൽ മുന്നിലുണ്ടായിരുന്ന അലീസ പറയാണ് ഇത് മാജിക് ഒന്നല്ല, ഇത് പ്യുവർ സയൻസ് ആണ്. അയാൾ ചെറിയ ട്രിക്കുകൾ കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ അവളോട് തന്നെ അത് കാണിക്കാൻ വേണ്ടി സെവറിനെ പറയാണ്. ഒന്നും നോക്കിയില്ല, അലീസ നേരെ സ്റ്റേജിൽ കയറുകയാണ്. അയാൾ ആ ചെയ്തതിന്റെ പിന്നിലെ സയൻസ് വ്യക്തമായിട്ട് അറിയുന്ന അലീസയും അതുപോലെ തന്നെ ചെയ്യാണ്. അതായത് അവളുടെ കയ്യിലും ആ ഒരു തീ ആക്കി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല പുഷ്പം പോലെ അലീസ ഈ ഒരു കാര്യം ചെയ്ത് കാണിച്ചെടുത്തപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. മാത്രമല്ല ആ മജീഷ്യൻ ആ സ്റ്റേജിൽ വെച്ച് ആകെ നാണം കെടുകയാണ്. അതുപോലെ തന്നെ അലീസ സ്റ്റേജിൽ വെച്ച് അവളുടെ രണ്ടാനമ്മയെ നോക്കിയിട്ട് എന്തോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ആകെ നാണം കെട്ട സെവറിന അവിടുന്ന് പോകുമ്പോൾ സെവറിനയുടെ കൂടെ തന്നെ അലീസയുടെ അച്ഛനും പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും അലീസയുടെ ആ ഒരു പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ലായിരുന്നു. വലിയ വലിയ വീട്ടിലെ കുട്ടികൾ, റോയൽ ഫാമിലിയിലെ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് അപമര്യാദയാണ്. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ അലീസയെ കാണാനായിട്ട് അവളുടെ മുറിയിലേക്ക് അവളുടെ അച്ഛൻ വരികയാണ്. സയൻസ് പഠിക്കാത്ത നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്? അതിനർത്ഥം നീ ഇവിടെ വെച്ച് ആരും കാണാതെ സയൻസ് പഠിക്കുന്നുണ്ട് എന്നല്ലേ? ആ പുസ്തകങ്ങൾ മുഴുവൻ പുറത്തേക്ക് എടുക്കുന്ന പറയാണ്. അങ്ങനെ ആ പുസ്തകങ്ങൾ മുഴുവനും അവളുടെ മുന്നിൽ വെച്ച് തന്നെ കത്തിച്ചു കളയാണ്. ആ കൂട്ടത്തിൽ അന്ന് ആ കപ്പലിലെ പാർട്ടിയിൽ പോയ സമയത്ത് അലക്സി കൊടുത്ത ആ ഒരു ഹിസ്റ്ററി ബുക്ക് ഉണ്ടല്ലോ, അതും കത്തിച്ചു കളയാണ്. അതുപോലെ തന്നെ സയൻസ് പഠിക്കാനായിട്ട് അലീസയെ ഹെൽപ്പ് ചെയ്ത ആ ഒരു സെർവന്റ് ഉണ്ടല്ലോ, അവളെയും ഒരു ടീച്ചറെയും ഇവിടുന്ന് പുറത്താക്കുന്നുണ്ട്. ഇനി മുതൽ അവരോട് ജോലിക്ക് വരണ്ടെന്ന് പറയാണ്. പോകുന്നതിന് മുന്നേ അലീസയുടെ ടീച്ചർ അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, മോളെ, ഒരു നദി ഒഴുകുന്ന സമയത്ത് അതിന്റെ കൂടെ ഒഴുകുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെയാണ്, നദിയുടെ ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോവും. എന്നാൽ ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടാണ് മോളിപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും ഈ ബുദ്ധിമുട്ടിനെ നീ തരണം ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ നീ വിചാരിക്കുന്ന ആ സ്ഥലത്തേക്ക് നീ എത്തും. അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്തായാലും ഞാനിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് അലീസയോട് യാത്ര പറഞ്ഞ് അവളുടെ ടീച്ചർ പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അലീസ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ളതായിട്ട് ഒന്നും ഈ കൊട്ടാരത്തിൽ ഇനിയില്ല. ഇതേ സമയം തന്നെ ആ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു നമ്മുടെ പോളിയാക്കോ നോക്കുന്ന സമയത്ത് ഇന്ന് വഴിവിളക്കുകൾ കത്തിക്കാനായിട്ട് പുതിയൊരാൾ വന്നിരിക്കുകയാണ്. സാധാരണ പോളിയാക്കോയുടെ അച്ഛനാണ് ഇത് ചെയ്യാറ്. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് ചെന്ന് പോളിയാക്കോ, അല്ല ഇതെന്റെ അച്ഛനല്ലേ ചെയ്യാറ്, നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ കുറെ നാളായിട്ട് ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ എന്ന് പറയാം. പിന്നീട് തല താഴ്ത്തി സങ്കടത്തോട് കൂടിയിട്ട് പോളിയാക്കോ അവന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആ കസേരയിൽ ഇരിക്കുകയാണ്. പഴയ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛനായിരുന്നു അവനെ സ്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത്. അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവന്റെ അച്ഛന്. അങ്ങനെ ആ ഒരു പഴയ ഓർമ്മകൾ അവനിങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ഓർമ്മകൾ സെമിത്തേരിയിലേക്ക് പോവാണ്. അവന്റെ അച്ഛൻ മരിച്ചു കുറച്ച് ദിവസമായി. ആ കാര്യം അവൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് ആ രാത്രിയിൽ തന്നെ അച്ഛന്റെ കല്ലറയിലേക്ക് അവൻ പോവുകയാണ്. ഒരുപാട് നേരം അവിടെ ഇരുന്ന് അവൻ കരയാണ്. മാത്രമല്ല അച്ഛന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്, അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ചെയ്യില്ല എന്ന്. അങ്ങനെ അവൻ മോഷ്ടിച്ചുണ്ടാക്കിയ ആ ഒരു
സമ്പാദ്യം ഉണ്ടല്ലോ അത് മുഴുവനും പോളിയാക്കോ നേരെ ആ കപ്പലിൽ കൊണ്ടുപോയിട്ട് അലക്സിയുടെ മുന്നിലിട്ട് കൊടുക്കുകയാണ്. ഇനി എനിക്കിതൊന്നും വേണ്ടാന്ന് പറയണം. എന്നാൽ പെട്ടെന്ന് എന്തുകൊണ്ടാ പോളിയാക്കോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അലക്സി ചോദിച്ചു, അല്ല പോളിയാക്കോ ഒറ്റയടിക്ക് ഇത് നിർത്താനുള്ള കാരണം എന്താണ്? ഈ സമയത്ത് പോളിയാക്കോ പറയാണ്, എന്റെ അച്ഛന് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടു പോയി. ചിലപ്പോൾ ആകാശത്ത് നിന്ന് എന്റെ അച്ഛൻ കാണുന്നുണ്ടാവും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ഇനി ചെയ്യുന്നില്ല, ഞാൻ ഇത് നിർത്തുകയാണെന്ന് പോളിയാക്കോ പറയാണ്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിൽ കാണിക്കുന്നുണ്ട് അലീസയ്ക്ക് കൊട്ടാരത്തിൽ നിൽക്കാനേ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ആ രാത്രിയിൽ തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഗേറ്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കി, ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല, അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് അവൾ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി അവളുടെ അച്ഛൻ തന്നെയാണ് ഇത് ലോക്ക് ചെയ്തത്. എങ്ങനെയെങ്കിലും ഗേറ്റ് തുറക്കണം, പുറത്തേക്ക് കടക്കണം, രക്ഷപ്പെടണം, ആ ചിന്ത മാത്രമേ ഇപ്പൊ അവൾക്കുള്ളൂ. എന്നാൽ എങ്ങനെ തുറക്കുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് ഒരു ഐഡിയ വന്നത്. അവളുടെ രണ്ടാനമ്മ ഉണ്ടല്ലോ സെവറിന അവളുടെ അച്ഛന് മേടിച്ചു കൊടുത്ത ആ കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളൊന്നും നോക്കിയില്ല, ആ കാറിൽ കയറുകയാണ്, സ്റ്റാർട്ട് ആക്കുകയാണ്. ആ കാർ വെച്ച് ഗേറ്റ് ഇടിച്ച് പൊളിച്ച് ആ കൊട്ടാരത്തിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. അവൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് പോകാനായിട്ട്. പിന്നീട് അവൾ നേരെ പോകുന്നത് ആ പഴയ കപ്പലിന്റെ അടുത്തേക്കാണ്. അവിടെയാണല്ലോ ഇവരെല്ലാവരും തങ്ങുന്നത്. എന്നാൽ അലീസ് അവിടെ എത്തിയ സമയത്ത് എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലെ ഈ കാശെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ പോലീസ് പൊക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ കയ്യിൽ നിന്നും നല്ല പെട കിട്ടുമ്പോൾ അയാൾ ഈ സ്ഥലം എന്തായാലും പറഞ്ഞു കൊടുക്കും. അധികം വൈകാതെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഷനിലാണ് എല്ലാവരും. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന അലീസ പോളിയാക്കോയെ ചോദിച്ചപ്പോൾ പോളിയാക്കോ വരുന്നുണ്ട് കേട്ടോ. പോളിയാക്കോയോട് പറയണേ, എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം, ഈ നാട്ടിൽ നിന്ന് നമുക്ക് പോവാന്ന് പറയണം. എന്നാൽ അച്ഛൻ മരിച്ച ആ ഒരു വിഷമത്തിലായിരുന്നു പോളിയാക്കോയ്ക്ക്. ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. എന്നാൽ അലീസ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവസാനം ഇവിടുന്ന് പോകാന്ന് അവൻ സമ്മതിക്കുകയാണ്. അന്ന് രാത്രി അലീസ അവന്റെ കൂടെയാണ് കിടക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് ആർക്കേഡിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസിന്റെ സംഘം ആ കപ്പലിനെ വളയുന്നത്. ഒരു ലൗഡ് സ്പീക്കറിലൂടെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തെവിടെ ചെയ്യുന്നതെന്നും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് മര്യാദക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ ഈ കപ്പലിന് ഞങ്ങൾ തീയിടുന്നു പറയാം. അവർക്ക് വെറും 30 സെക്കൻഡ് സമയം മാത്രമാണ് കൊടുത്തത് കേട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആകെ പേടിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടണം എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും വേഗം തന്നെ കപ്പലിന്റെ മുകളിലേക്ക് വരികയാണ്. ഈ സമയത്ത് ആർക്കേഡിയുടെ പോലീസുകാർ എന്താ ചെയ്തതെന്ന് അറിയോ? കപ്പലിന്റെ അടിഭാഗത്തിൽ തീയിടുകയാണ്. അടിഭാഗത്തിൽ കൂടെ പതിയെ പതിയെ തീ ആളി പടരാൻ തുടങ്ങുകയാണ്. അതിന്റെ ഉള്ളിലെ ഓരോ ആൾക്കാരും എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ച് നെട്ടോട്ട് ഓടുകയാണ്. ഇപ്പോഴാണ് അലക്സിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. പോലീസ് ചീഫിന്റെ മകളായിട്ടുള്ള അലീസ, അവളല്ലേ ഇപ്പൊ ഈ കപ്പലിലുള്ളത്, അവളെ വെച്ച് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പോളിയാക്കോയും അലീസയും കൂട്ടി നേരെ കപ്പലിന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലക്സി ഗണ്ണെടുത്ത് അലീസയുടെ തലയിൽ വെക്കുകയാണ്. തൊട്ട് താഴെ തന്നെ ആർക്കേഡി ഉണ്ടല്ലോ, അവര് നോക്കിയിട്ട് പറയണ, ഇതാരാണെന്ന് അറിയാലോ, പോലീസ് ചീഫിന്റെ മകളാണ്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ വെച്ച് ഞാൻ ഇവളെ കൊല്ലുന്നു പറയണം. എന്നാൽ അത് കേട്ടപാട് തന്നെ പോളിയാക്കോ ഞെട്ടിപ്പോയിട്ട് അത് തടുക്കാൻ വന്നപ്പോൾ പോളിയാക്കോയെ ഈ അലക്സി തള്ളി മാറ്റാണ്. മാറി നിൽക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇത് കണ്ട് ആർക്കേഡി പേടിച്ചു പോവാണ്. വേഗം തന്നെ അവൻ ബാക്കിയുള്ള പോലീസുകാരോട് ഗണ്ണ് താഴെ ഇടാൻ പറയുന്നുണ്ട്. മാത്രമല്ല ആർക്കേഡി ഇപ്പൊ അലക്സിയോട് പറയണത്, ദയവ് ചെയ്ത് അബദ്ധമൊന്നും കാണിക്കരുത്, അവളൊന്നും ചെയ്യരുത്, ഞങ്ങളിപ്പോ ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ടാണുള്ളത്. ഈ സമയത്ത് അലക്സി അവന്റെ ആളുകളോട് കപ്പലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയാം. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അലക്സി ഒരു കയറിൽ നമ്മുടെ അലീസയോട് പിടിക്കാൻ പറഞ്ഞു. ആ കയറ് വഴി അവളെ താഴേക്ക് പതിയെ പതിയെ ഇറക്കുകയാണ്. ഈ സമയത്ത് ആ കയറിന് തീ പിടിക്കുന്നുണ്ട്. അധികം വൈകാതെ അത് പൊട്ടും. ഇത് അലക്സി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പോളിയാക്കോ കണ്ടു. അവൻ ഓടി വന്ന് ആ കയറിൽ ചാടി കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ പതിയെ അവളെ താഴേക്ക് ഇറക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് ഓടി വന്ന ആർക്കേഡി ഓടി ചെന്നിട്ട് അവളെ കൈകൊണ്ട് കോരിയെടുക്കുകയാണ് കേട്ടോ. ആർക്കേഡിക്ക് സത്യം പറഞ്ഞാൽ അലീസയെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവളെ സേഫ് ആയിട്ട് തന്നെ അവിടുന്ന് കൊണ്ടുപോവാണ്. എന്നാൽ ഇപ്പോഴും പോളിയാക്കോയും അതുപോലെ തന്നെ അലക്സിയും കപ്പലിന്റെ മുകളിലാണല്ലോ. അവർക്ക് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടാൻ അലക്സിയുടെ കയ്യിൽ ഒരു വഴിയുണ്ടായിരുന്നു. അലക്സി ഇപ്പോൾ പോളിയാക്കോട് പറയണം, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. കപ്പലിന്റെ ബേക്ക് ഭാഗത്ത് പോയാൽ ഐസ് ഇല്ലാത്തൊരു ഭാഗം കാണും, നീ അങ്ങോട്ടേക്ക് എടുത്ത് ചാടണം. ഞാൻ ആ സമയത്ത് പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാം. അവരുടെ ശ്രദ്ധ തിരിഞ്ഞാൽ നിന്റെ കൂടെ ഞാനും വരാന്ന് പറയണം. ഇപ്പൊ പോളിയാക്കോ പറയാണ്, നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ. അത് പറ്റില്ല, അവരുടെ ശ്രദ്ധ തിരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ പിറകാൽ അവർ വരും. പിന്നീട് ചാടുന്നതിന് മുന്നേ അലക്സിയോട് പറയണം, നീ എന്തായാലും വരണേന്ന് പറഞ്ഞിട്ട് പോളിയാക്കോ നേരെ താഴേക്ക് എടുത്ത് ചാടാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അലക്സി നേരെ കപ്പലിന്റെ മുൻഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട്. അവൻ ആയുധം എടുക്കുന്നത് പോലെ കാണിക്കുകയാണ്. അപ്പൊ തന്നെ പോലീസുകാർ അലക്സിയെ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റ് അതേ സമയത്തായിരുന്നു നമ്മുടെ പോളിയാക്കോയും വെള്ളത്തിലേക്ക് ചാടിയത്. ആ വെടിയൊച്ചയിൽ പോളിയാക്കോ വെള്ളത്തിൽ ചാടിയ ശബ്ദം പോലീസുകാർ കേട്ടില്ല കേട്ടോ. മാത്രമല്ല വെടികൊണ്ട് അലക്സി താഴേക്ക് വീഴാണ്, അതും ആ വെള്ളത്തിലേക്ക്. ഇപ്പൊ വെള്ളത്തിനടിയിലൂടെ നീന്തി രക്ഷപ്പെടുന്ന പോളിയാക്കോ അവന്റെ ആ ഒരു ഡെഡ് ബോഡി കാണുകയാണ് കേട്ടോ. അതായത് അലക്സി അവന്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോളിയാക്കോയെ രക്ഷപ്പെടുത്തുക ചെയ്തത്. എന്തായാലും മരിക്കുന്ന അവൻ അറിയായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും അലക്സി രക്ഷപ്പെടുത്തിയില്ലേ. എന്നാൽ അവരുടെ പിറകാലെ പോയി പോലീസുകാർ അവരെ എല്ലാവരെയും പിടിക്കുകയാണ്. ആകെ രക്ഷപ്പെട്ടത് പോളിയാക്കോ മാത്രമാണ്. ഇതേ സമയത്ത് തന്നെ ആർക്കേഡി
ആർക്കേഡി നമ്മുടെ അലീസയുമായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ ആ ഒരു വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പൊ തന്നെ പോലീസ് ചീഫ് വന്നു. ചീഫിനെ കണ്ടപാടിനെ ആർക്കേഡി പറയണം, ഇപ്പൊ ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, അവളൊന്ന് പോയിട്ട് വിശ്രമിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചോദിച്ചറിയാന്ന് പറയണം. ആർക്കേഡി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് ചീഫ് അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ ഒരു രാത്രി മുഴുവനും നമ്മുടെ പോളിയാക്ക ആ തണുത്ത വെള്ളത്തിലൂടെ നീന്തുകയായിരുന്നു. പിന്നീട് എപ്പോഴും അവന്റെ ബോധം നഷ്ടമായി. ഒരു വിധത്തിൽ അവനിപ്പോ കരയിൽ എത്തിയിട്ടുണ്ട്. ബോധമില്ലാത്ത അവനെ ആരോ പെറുക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും അതുപോലെ തന്നെ നഴ്സുമാരും പരമാവധി അവനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒരു രക്ഷയില്ല, അവന് ശ്വാസം തിരിച്ചു കിട്ടുന്നില്ല. അവൻ ഏകദേശം മരിച്ചു എന്ന് തന്നെ ഡോക്ടർമാർ വിചാരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. മരിച്ചു എന്ന് കരുതിയ പോളിയാക്കോ കണ്ണു തുറക്കുന്നുണ്ട്. ഡോക്ടർമാർ വേഗം തന്നെ ചെന്ന് അവന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ഓക്കെ ആക്കി എടുക്കുകയാണ്. ഇതിനുശേഷം അവന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ആ ഒരു ഡോക്ടർ പറയണ, എടാ ഇത് നിന്റെ രണ്ടാം ജന്മമാണ് കേട്ടാ, സത്യം പറഞ്ഞാൽ നീ മരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്. എന്തായാലും ജീവൻ രക്ഷിച്ച ആ ഡോക്ടറോട് അവൻ നന്ദി പറയുന്നുണ്ട്. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കാണിക്കുകയാണ്. പോലീസ് ചീഫ് ആർക്കേഡി അതുപോലെ കുറെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പിടിച്ച അലക്സിയെയും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളെയും ഏകദേശം എല്ലാവരെയും വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇപ്പൊ ജീവനോട് ആരും ഇല്ല എന്ന് പറയണം. എന്നാൽ ആ കൂട്ടത്തിൽ പോളിയാക്കോ എന്ന പേരിൽ ഒരാളും കൂടിയുണ്ട്. അവനെ കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ. ആരും അറിയാതെ കപ്പലിന്റെ ബേക്കിലൂടെ അവൻ ചാടി രക്ഷപ്പെട്ടായിരുന്നല്ലോ. എന്നാൽ അലീസ കേൾക്കുന്ന എന്താണ്, ഈ അലക്സിയുടെ ഗാങ്ങിലുള്ള എല്ലാവരെയും വെടിവെച്ച് കൊന്നു എന്നല്ലേ. ആ കൂട്ടത്തിൽ പോളിയാക്കോയും മരിച്ചു എന്നാണ് അവൾ വിചാരിക്കുന്നത്. അവളുടെ ഉള്ളിൽ അടങ്ങാത്ത സങ്കടമുണ്ട്. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. കാണിച്ചിട്ട് എന്തിനാ, ഒരു കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ അധികം വൈകാതെ ഈ അലീസയുടെയും ആർക്കേഡിയുടെയും വിവാഹ നിശ്ചയം നടക്കുകയാണ് കേട്ടോ. അതിനെതിർത്ത് നിൽക്കാനൊന്നും അലീസ നിന്നില്ല. ആർക്ക് വേണ്ടി എതിർക്കേണ്ടത്? പോളിയാക്കോ മരിച്ചുപോയില്ലേ, അവനെന്തായാലും ഇനി വരില്ലല്ലോ. അങ്ങനെ മനസ്സില്ല മനസ്സോട് തന്നെ അവൾ ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. എന്നാൽ പോളിയാക്കോ അവൻ ഇപ്പോഴും ജീവനോടുണ്ട്. അവൻ ഒരിക്കലും അലീസയെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ എന്താ നടക്കുന്നതെന്ന് അവൻ എപ്പോഴും നിരീക്ഷിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുപോയി. ഇപ്പൊ എന്തോ വലിയ പരിപാടി നടക്കാൻ നിൽക്കുക. അങ്ങോട്ടേക്ക് അലീസയും കൂട്ടിയിട്ട് ഇവരെല്ലാവരും പോകുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് തന്നെ പോളിയാക്കോ അത് കണ്ടു. അവൻ വേഗം തന്നെ അവന്റെ അച്ഛൻ അവന് മേടിച്ചു കൊടുത്ത ഒരു പഴയ സിൽവർ സ്കേറ്റ് അതിട്ടുകൊണ്ട് അവരുടെ കൂടെ തന്നെ നല്ല വേഗത്തിൽ പോകുന്നുണ്ട്. പിന്നീട് പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് അലീസയും കൂട്ടിയിട്ട് ആർക്കേഡി പോവാണ്. എന്നാൽ അവളുടെ മുഖത്ത് ഒരു തരി പോലും സന്തോഷം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവിടെ എത്തിയ പോളിയാക്കോ എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിൽ കയറി പറ്റണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു സെർവന്റിനെ പോലെ ഒരു മീശയെല്ലാം വെച്ച് അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതേ നേരം തന്നെ അലീസയുടെ ഒപ്പം തന്നെ ആർക്കേഡി ഉണ്ട്. അവളാണെങ്കിൽ ഒട്ടും സന്തോഷമില്ലാതെയാണ് ആ ഒരു പാർട്ടിയിൽ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് വന്ന പോളിയാക്കോ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് ഓരോരുത്തർ വന്നപ്പോൾ അവരോട് സംസാരിക്കാനായിട്ട് ആർക്കേഡി അങ്ങോട്ടേക്ക് പോയപ്പോൾ അലീസ് ഒറ്റയ്ക്ക് പോയിട്ട് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് പോളിയാക്കോ വേഗം അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾക്കൊരു ജ്യൂസ് കൊടുക്കുന്നത് പോലെ കാണിച്ച് അവളോടൊരു കാര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പോളിയാക്കോയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അലീസ ഒന്ന് ഞെട്ടുകയാണ്. ഇപ്പൊ അലീസയോട് പറയണം, നീ പേടിക്കണ്ട, ഒരു കാരണവശാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മൾ ഇവിടുന്ന് നേരെ ഫ്രാൻസിലേക്ക് പോവാണ്. ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നീ പുറത്തേക്ക് കടക്കണം. ഞാൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും പറയണം. ഇതിനുശേഷം അവൾക്ക് ആ ഒരു ടിക്കറ്റ് കൊടുത്ത് പതിയെ നമ്മുടെ പോളിയാക്കോ അവിടുന്ന് പോവാണ്. എന്നാൽ ആ നേരം അലീസയുടെ കയ്യിൽ നിന്നും ഒരു ടിക്കറ്റ് അറിയാതെ താഴെ വീണ് പോയിട്ടുണ്ട്. പക്ഷെ ആ കാര്യം അവൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മാറിയെന്ന് കണ്ട സമയത്ത് അലീസ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ ആർക്കേഡി നോക്കുമ്പോൾ അവിടെ എവിടെയും അലീസയെ കാണാനില്ല. അവനാകെ ടെൻഷനായി. അലീസ എവിടെ തേടി നോക്കുന്ന എല്ലാവരോടും പറയാണ്. എന്നാൽ അവിടെ എവിടെയും അലീസയെ കാണാനില്ല. ആ സമയത്താണ് നിലത്ത് വീണ് കിടക്കുന്ന ആ ടിക്കറ്റ് ഒരാൾക്ക് കിട്ടുന്നത്. അത് നേരെ ആർക്കേഡിയുടെ അടുത്തേക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. അതൊരു ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു, നേരെ ഫ്രാൻസിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. ഇത് കണ്ടപാടിന് ആർക്കേഡിക്ക് കാര്യം മനസ്സിലായി. അതായത് അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഫ്രാൻസിലേക്ക് പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ ഒരു കുതിരയുടെ പുറത്തും കയറി ആർക്കേഡി നേരെ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ പോളിയാക്കോയും അലീസ ഇവർ രണ്ടുപേരും സ്കേറ്റിംഗ് ഷൂ ഇട്ടുകൊണ്ട് നേരെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ പുറപ്പെടാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ വേഗം ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ കയ്യിൽ ഒരേ ഒരു ടിക്കറ്റ് ഉള്ളൂ. മറ്റേ ടിക്കറ്റ് വീണുപോയ കാര്യം ഇവർ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ അലീസയുടെ കയ്യിൽ ആ ഒരു ടിക്കറ്റ് കൊടുത്ത് നീ ആദ്യം കയറി, ഞാൻ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഒരു ടിക്കറ്റ് കൂടെ എടുക്കാൻ പോവാണ്. എന്നാൽ ആ പോകുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആർക്കേഡി വരുന്നത് കേട്ടോ. ആർക്കേഡിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവനാണ് താൻ കെട്ടാൻ പോകുന്ന അലീസയുമായിട്ട് നാട് വിടുന്നതെന്ന് മനസ്സിലായി. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന വട്ടി വെച്ച് അവൻ അടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഭയങ്കരമായിട്ട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ട്രെയിൻ സ്റ്റാർട്ടായി പതിയെ പതിയെ അത് പുറപ്പെടാൻ നിൽക്കുകയാണ്. എന്നാൽ പോളിയാക്കോ വന്നിട്ടില്ല. അലീസ അക്ഷമയായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ അവനെ കാണാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഏയ് മാഡം എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഓഫീസർ അവളെ ട്രെയിനിലേക്ക് തന്നെ കയറ്റുകയാണ്. ഇതേ നേരം തന്നെ ട്രെയിൻ പോകുന്നത് പോളിയാക്കോവും കാണുന്നുണ്ടല്ലോ. അവനൊന്നും നോക്കിയില്ല. ഈ ആർക്കേഡിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടി അത് ആ കയ്യിൽ പിടിച്ച് അമർത്തി അത് തട്ടി തെറിപ്പിച്ച് കളയാണ്. മാത്രമല്ല ആർക്കേഡിയുടെ കയ്യിൽ ഓൾറെഡി നിലത്ത് നിന്ന് കിട്ടിയ ആ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് പോളിയാക്കോ എടുത്തു വെച്ച ആ ഒരു ടിക്കറ്റ്. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് നമ്മുടെ പോളിയാക്കോ ഓടുകയാണ്. ഓടിച്ചെന്ന് ആ ഒരു ട്രെയിനിൽ കയറുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്താണ് ആർക്കേഡി അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണ് മേടിച്ച് പോളിയാക്കോയുടെ നെഞ്ചിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. പാവം വെടികൊണ്ട് പോളിയാക്കോ താഴെ വീണ് പോകുന്നുണ്ട് കേട്ടോ. എന്നാലും എങ്ങനെയൊക്കെയോ പോളിയാക്കോയെ അലീസ വലിച്ചിഴച്ച് ക്യാബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അവന്റെ ദേഹത്തുനിന്ന് രക്തമൊന്നും വരുന്നില്ല. ആ സമയത്താണ് കോട്ടിന്റെ ഉള്ളിൽ അവൻ വെച്ചിരുന്ന ആ ഒരു സിൽവർ സ്കേറ്റ് പുറത്തേക്ക് എടുക്കുന്നത്. അവന്റെ അച്ഛൻ അവന് സമ്മാനമായിട്ട് കൊടുത്ത ആ ഒരു സ്കേറ്റ്. അതിന്റെ അടിഭാഗത്തെ ആ
ആ ഒരു സിൽവർ ഉണ്ടല്ലോ, അവിടെയായിരുന്നു ആ ഒരു ബുള്ളറ്റ് വന്ന് തട്ടിയത്. അതുകൊണ്ട് മാത്രം അവൻ ജീവനോടെ രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഫ്രാൻസിലേക്ക് പോവാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. തന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്, അവളിപ്പോ എവിടെയാ ജീവിക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടി പോലീസ് ചീഫും ഇപ്പൊ ഫ്രാൻസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അയാൾ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു മകളായിട്ടുള്ള അലീസയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ പറയാണ്, നിങ്ങളുടെ മകൾ ഇവിടെയല്ല മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ്, അങ്ങോട്ടേക്ക് പോയാൽ മതി, അവിടെ വെച്ച് കാണാമെന്ന് പറയണം. അങ്ങനെ പോലീസ് ചീഫ് നേരെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പിള്ളേർക്ക് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രഗത്ഭയായിട്ടുള്ള ടീച്ചറാണ് ആലീസ്. ഇപ്പോൾ കുലസ്ത്രീയാകാൻ വേണ്ടി തന്റെ മകൾ ഒരുപാട് പഠിപ്പിച്ചു. എന്നാൽ മകളായതോ ഒരു വലിയ സയൻസിന്റെ അധ്യാപിക. ആ ഒരു നിമിഷം ഇയാൾക്ക്, അതായത് ഈ പോലീസ് ചീഫിന് മകളെ ഓർത്ത് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുകയാണ്. അയാൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും അവിടുന്ന് മനസ്സിലായി. അവിടെ വന്ന അച്ഛനെ ഇപ്പൊ അലീസ കാണാനാട്ടോ. അച്ഛനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് അലീസയോട് യാത്ര പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അലീസ നേരെ പുറത്തേക്ക് വരികയാണ്. അവിടെ അവളെ കാത്തുകൊണ്ട് തന്നെ നമ്മുടെ പോളിയാക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ കുഞ്ഞു ചെറുക്കനും ഉണ്ടായിരുന്നു. പോളിയാക്കോയ്ക്ക് എങ്ങനെയാണോ അവന്റെ അച്ഛൻ സ്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ പോളിയാക്കോ അവന്റെ മകനും സ്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ അലീസ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.